അവിടെ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ ഏരിയയിലായിരുന്നു. അവിടെ എല്ലാവരും അവരവരുടെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. സിപ്പ് ലൈൻ, ബഞ്ചി ജമ്പിങ്, കശ്മീരി ഡ്രസ്സിൽ, അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ നടന്നപ്പോൾ പെട്ടെന്ന് ഒരു ഒച്ച, ഗൺ ഷോട്ടാണോ എന്ന് പോലും അറിയില്ല, ഒരു ശബ്ദമാണ് കേട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി കേട്ടപ്പോൾ ഞാൻ കണ്ടു ഒരെണ്ണം മേലേക്ക് വെടിവെക്കും, മീൻസ് ദൂരെ അത് കണ്ടു. അപ്പം മനസ്സിലായി ടെറർ അറ്റാക്ക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളെല്ലാവരും, ഞാനും അച്ഛനും മക്കളെയും കൂടി ഞാൻ നിലത്തേക്ക് കിടത്തി. അമ്മ ഉണ്ടായിരുന്നില്ല കൂടെ, കിടത്തി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക്, ഒരു ഫെൻസ്ഡ് ഏരിയ ആണ്, ഫെൻസിൻ്റെ താഴെ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ചുറ്റും കാട്, പലരും പല ഡിറക്ഷനിലാണ് ഓടുന്നത്. അങ്ങനെ ഓടുന്ന ഓടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളങ്ങനെ ഫ്രോസൺ അല്ല, അവിടെ ഷൂട്ട് ചെയ്തു, എന്തോ ചോദിക്കണു, ഷൂട്ട് ചെയ്യണു. അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവരൊരു സെൻറ്റൻസ് ഒന്നുമല്ല, ഒരൊറ്റ വേർഡാണ് ചോദിക്കണേ, കലീമ അങ്ങനെ എന്തോ ഒരു വേർഡ് ചോദിച്ചു. അപ്പോൾ മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു. ഇതൊക്കെ ഒരു 5 സെക്കൻഡ്. അപ്പോഴേക്കും അച്ഛനെയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സിഗ്നൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഡ്രൈവർ മിസ്റ്റർ മുസാഫിർ, ഹീസ് ഓൾസോ എ ലോക്കൽ കശ്മീരി, അവരോട് വേഗം അറിയിച്ചു. അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് പിന്നെ ഒരു വിത്തിൻ ഒരു 7 മിനിറ്റ്സിൽ മിലിറ്ററി വേഗം ഓടി മേലെ കയറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവർ റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് അതിന് പേയ്മെൻറ്റോ ഒന്നുമില്ല. എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും, രാത്രി 3 മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെപ്പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ. അപ്പോൾ അവരെന്നോട്